എല്ലാവർക്കും നമസ്കാരം. കേരളക്കര ഒട്ടാകെ കാത്തിരുന്ന എൻ്റെ +2 റിസൾട്ട് ഞാൻ റിവീൽ ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത്തവണത്തെ എക്സാംസ് പ്രത്യേകിച്ച് കെമിസ്ട്രിയും അതുപോലെ തന്നെ ഫിസിക്സും ഭയങ്കര ടഫായിരുന്നു. മാത്സ് അത്രയും പാടില്ലായിരുന്നു. കഴിഞ്ഞ വർഷം വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത്തവണത്തെ സക്സസ് പെർസെൻറ്റേജ് 1% കുറഞ്ഞിട്ടുണ്ട്. അതും A+. ഇപ്പോൾ കഴിഞ്ഞ വർഷം 39,000 പേര് വാങ്ങിച്ചെങ്കിൽ ഇത്തവണ അത് 30,000 പേർക്ക് മുകളിലേ വാങ്ങിച്ചിട്ടുള്ളൂ. അതും ഈ 30,000 A+ൽ ഫുൾ A+ മേടിച്ച ആൾക്കാരിൽ 7,000 പേരേ ഉള്ളൂ ബോയ്സ്. അതിൻ്റെ 3 ഇരട്ടിയാണ് ഗേൾസ്. അപ്പം നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു. എൻ്റെ റിസൾട്ടിലേക്ക് നമുക്ക് വരാം. ഞാൻ പറഞ്ഞു വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ഫിസിക്സും കെമിസ്ട്രിയും ആയിരുന്നു ഏറ്റവും പാട്. മാത്സ് അത്രയും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ സംഭവിച്ച നേരെ തിരിച്ചാണ്. എനിക്ക് ഫിസിക്സിനും കെമിസ്ട്രിക്കും A+ ഉണ്ട്, മാത്സിന് A ആയിപ്പോയി. 200-ൽ എനിക്ക് മാത്സിന് 168 മാർക്ക്, ഫിസിക്സിന് 183, കെമിസ്ട്രിക്ക് 180. ഇത് കേൾക്കുമ്പോഴത്തേക്കും പലരുടെയും മനസ്സിലൊരു BGM വരും. അത് തപ്പി വേറെ എവിടെയും പോകണ്ട, ഞാൻ തന്നെ പാടിത്തരാം. പനി നീർനിലാവിൻ പൂമഴ അനുരാഗലോലയാമിനി. ഇതല്ലേ എനിക്ക് തോന്നി. ഇത്രയും കിട്ടുന്ന ഞാൻ പോലും വിചാരിച്ചതല്ല. ഫസ്റ്റ് ഇയറിൽ നേരെ പോവുക പഠിച്ച്, അങ്ങനെയും പറയാൻ പറ്റില്ല. എക്സാമിൻ്റെ സമയത്ത് എന്തൊക്കെയോ പഠിച്ച് കുറച്ച് മാർക്ക് കിട്ടിയതുകൊണ്ട് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഇത് കാണുന്ന 10ാം ക്ലാസ് പഠിക്കുന്ന ആൾക്കാരോട്, ഇനി +1 കയറാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ഫസ്റ്റ് ഇയർ എന്തെങ്കിലുമൊക്കെ പഠിച്ചാൽ സെക്കൻഡ് ഇയറിൽ ഇച്ചിരി മാർക്ക് കുറഞ്ഞാലും നിങ്ങൾക്ക് പിടിച്ചിരിക്കാം. കാരണം സെക്കൻഡ് ഇയറിൽ മാഗ്നറ്റിസം, ഇലക്ട്രിസിറ്റി, അതുപോലെ ഓർഗാനിക് കെമിസ്ട്രി, എന്തായിരുന്നു പിന്നെ ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ വേറെ ഒരു വഴിയില്ല. അതുകൊണ്ട് ഫസ്റ്റ് ഇയർ മര്യാദയ്ക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കുക. പിന്നെ ഓവറോൾ റിസൾട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മലയാളം, ഇംഗ്ലീഷ്, അതുപോലെ കമ്പ്യൂട്ടർ ഇത്രയും A+ ആണ്. മാത്സിനാണ് A ആയിപ്പോയത്. പെർസെൻറ്റേജ് വൈസ് നോക്കുമ്പോഴത്തേക്ക് 91.5 ആണ്, കഷ്ടിച്ച് 92. പിന്നെ ഫസ്റ്റ് ഇയറിൽ തന്നെ റിസൾട്ട് എന്ന് വെച്ചാൽ 92 പോയിൻറ്റ് സംതിങ് ആയിരുന്നു, അതായത് കഷ്ടിച്ച് 93 എടുത്ത്. അപ്പോൾ എന്തായാലും ഭയങ്കരമായിട്ട് അങ്ങനെ കുറഞ്ഞിട്ടില്ല. പിന്നെ സമാധാനിക്കുക. ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിൽ വന്നിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തു റിസൾട്ട് റിവീൽ ചെയ്യുന്ന വീഡിയോ വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ചെയ്തു തന്നില്ലേ. ഈ വിജയം നമുക്ക് ഇങ്ങനെ ആഘോഷിക്കാം. അപ്പോൾ ബൈ.